ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ആദ്യഘട്ടമായി മുപ്ലിയം വില്ലേജിൽ 50 സെന്റ് സ്ഥലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കൈമാറുന്നതിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. 2024 ഒക്ടോബറിൽ കളക്ടറേറ്റിൽ വെച്ച് നടന്ന മീറ്റ് യുവർ കളക്ടർ പരിപാടിയിൽ മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മാസ്റ്റർ സനയ് കൃഷ്ണ ആണ് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും മുപ്ലിയം സ്വദേശിയുമായ PV ശ്രീജിത്ത് കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി. ആയതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അദ്ദേഹം ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രദേശത്ത് കൈവരികൾ, ലൈറ്റുകൾ, ടോയ്ലറ്റ്, ഇരിപ്പിടങ്ങൾ, വേസ്റ്റ് ബിന്നുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി DDPC തുടർ നടപടികൾ സ്വീകരിക്കും. 1 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 50ാമത്തെ എപ്പിസോഡും കഴിഞ്ഞ ദിവസം മുനിയാട്ടിക്കുന്നിൽ വെച്ച് നടന്നു. മുപ്ലിയം GHSS, കന്നാട്ടുപാടം GSS, വരന്തരപ്പള്ളി അസംഷൻ സ്കൂൾ, വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി 60 കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. കളക്ടറോട് ചോദ്യങ്ങൾ ചോദിച്ചും ഉപദേശം തേടിയും ആവശ്യങ്ങൾ ഉന്നയിച്ചും സെൽഫി എടുത്തും കുട്ടികൾ ആവേശത്തിലായിരുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ അജിത സുധാകരൻ, റോസിലി തോമസ്, പുഷ്പകരൻ ഒറ്റാലി, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, കളക്ടറേറ്റിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ വികസന സാധ്യതകളുള്ള മുനിയാട്ടുകുന്നിൽ സ്ഥലം ലഭ്യമായതോടെ മേഖലയിൽ വലിയ ടൂറിസം വികസനത്തിന് സാധ്യത തുറന്നതായും ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും KK രാമചന്ദ്രൻ MLA അറിയിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിലും ടൂറിസം പദ്ധതിക്കായി സ്ഥലം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഉടൻ അനുമതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA അറിയിച്ചു. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്കായി വനം വകുപ്പ് മുഖേന തയ്യാറാക്കിയ DPR പ്രകാരമുള്ള 3 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഫണ്ട് ലഭ്യമാക്കിയതായും ആദ്യഘട്ട പ്രവൃത്തികൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ടൂറിസത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് DTPCക്ക് കുറച്ച് സ്ഥലം നമ്മൾ അനുവദിച്ചു കൊടുത്തു. ഇനി അവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ബിൽഡിങ്സും, ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ, പിന്നെ ടോയ്ലറ്റ്, അതുപോലത്തെ കുറച്ചൊരു ബാരിക്കേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഇത് മാറാൻ സാധിക്കും. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് എല്ലാപ്പോഴും ഇത്ര തിരക്കുണ്ടായിട്ടും സാറ് ഇനി 24 മണിക്കൂറും ചിരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എവിടെ കണ്ടാലും സാറ് എപ്പോഴും ചിരിച്ചാലിരിക്കുന്നേ. ഓക്കെ, അല്ല നമുക്ക് അത് ആക്ച്വലി നല്ലതാണല്ലോ. എപ്പോഴും ഒരു കാമായിട്ടുള്ള മൈൻഡും പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലോണം ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പോൾ ആക്ച്വലി അത് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമല്ല. നമ്മൾ ആക്ച്വലി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് എത്രത്തോളം സ്ട്രെസ് ഉണ്ടെങ്കിലും മാക്സിമം കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ ഇതുപോലത്തെ ഇൻട്രാക്ഷൻ എല്ലാവരും കാണുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറലി ഹാപ്പി ആയിട്ടിരിക്കാൻ തോന്നും. ബഹളം വെച്ച് നാട്ടുകാർ വന്ന് വീട്ടുകാർ വന്ന് പട്ടികളെ ഓടിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഈ പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് അവരുടെ ഭാഗത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞതാണ്. പക്ഷെ അവിടെ പട്ടികളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അതിനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇതിൽ പ്രധാനമായിട്ട് മുന്നേ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ പട്ടീനെ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായിട്ടുള്ള പട്ടികൾ അങ്ങനെയൊക്കെ കൊല്ലാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ABC ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള സെൻറ്റർ നമ്മൾ ജില്ലയിൽ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ മാത്രമാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ചാവക്കാടിൽ സ്റ്റാർട്ട് ചെയ്യും, ഉടനെ സ്റ്റാർട്ട് ചെയ്യും, മാളയിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇത് നിയമപ്രകാരം നിന്നുകൊണ്ട് അതാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അപകടകരമായിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ പട്ടികളുണ്ടെങ്കിൽ കൊല്ലാനുള്ള കാര്യം കൂടെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെയാണ്, അബ്രോഡ് പോയി സെറ്റിൽ ആവണം. അപ്പോൾ എന്തുകൊണ്ടാണ് കളക്ടർ ആവാൻ തീരുമാനിച്ചത്? അത് സാലറി കൊണ്ടാണോ? അത് ആക്ച്വലി സാലറി കൊണ്ടാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഇതേ വർഷം എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനേക്കാളും കൂടുതൽ സാലറി ഉണ്ടാവും. പക്ഷേ ഈ സിവിൽ സർവീസിൽ സാലറിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ ഒരു കളക്ടർ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരും, കൂടുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും, നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിനായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ കൂടുതലായിട്ടുള്ള പവേഴ്സും അതുപോലെ തന്നെ വരും. അതാണ് ഇതിൻ്റെ ഒരു IASൻ്റെ ഒരു പ്രത്യേകത. പറഞ്ഞ പോലെ തന്നെ കുട്ടിക്കാലമായിരുന്നപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, എന്നുവെച്ചാൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിലോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ സ്ഥലം ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്.
അത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് പരമാവധി ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ് ഇപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ നമുക്ക് ഡോക്ടർ ആവണമെന്ന് തോന്നും, പോലീസിനെ കാണുമ്പോഴത്തേക്ക് പോലീസ് ആവണമെന്ന് തോന്നും. അങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് സാധാരണ നമ്മളത് വരുന്നത്. ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ ഏരിയ ആയിരുന്നു, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ഡിഗ്രി തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അവിടെ. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഗ്രാജുവലി കോളേജിലോട്ട് പോയി. അതിനുശേഷം ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഇതിലോട്ട് ചിന്തിച്ചത്.